മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഏറ്റവും അടുത്ത ആളായി മാറുന്നത് പല കാരണങ്ങളെ കൊണ്ടാണ്. ഉമ്മയെക്കാളും ഉപ്പയെക്കാളും ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും ഒക്കെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു മുഅ്മിനിനോട് ഇത്ര ബന്ധപ്പെട്ട് കിടക്കുന്നതിന് ആയിരക്കണക്കിന് കാരണങ്ങൾ കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അതിൽ കാണാം, ഒരു മലക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് വരികയാണ്. കൂടെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമും ഉണ്ട്. അങ്ങനെ ആ മലക്ക് മുത്തുനബിയോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് അല്ലാഹു തആല രണ്ട് ചോയ്സ് തന്നിട്ടുണ്ട്. ഏതാണ് ആ രണ്ട് ചോയ്സ്? ഒന്നുകിൽ നബി ആവലോടുകൂടെ തന്നെ രാജാവായി സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ പോലെ ലോകത്തിന്റെ മുഴുവൻ അധികാരവും നൽകി അങ്ങയെ രാജാവാക്കും നുബുവത്തിനോടുകൂടെ. അതല്ലെങ്കിൽ രാജാധികാരമില്ലാത്ത ഒരു നബിയുമാക്കും, അബ്ദും നബിയുമാക്കും. ഈ രണ്ട് ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക്, ഇതിലേതും തിരഞ്ഞെടുക്കാം, അള്ളാഹു അത് നൽകും എന്ന് പറഞ്ഞപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഒന്ന് നോക്കി, ഏതാണ് ഇപ്പോൾ ഞാൻ തിരഞ്ഞെടുക്കുക എന്ന അർത്ഥത്തിൽ ഒരു ഉപദേശം തേടുന്ന രൂപത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒന്ന് നോക്കുകയാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം കൈകൊണ്ട് ആംഗ്യം കാണിച്ചു കൊടുത്തു, നിങ്ങൾ അള്ളാഹുവിന് വിനയം കാണിച്ചുകൊണ്ട് ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തോളൂ എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ലാ ബൽ അബ്ദൻ നബിയ, എനിക്ക് രാജാധികാരം വേണ്ട, അതില്ലാത്ത നുബുവത്ത് മാത്രം മതി, അബ്ദും നബിയുമായിട്ടുള്ള ആ സ്ഥാനം മതി എനിക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്. അത് തിരഞ്ഞെടുക്കുകയാണ്. ഇമാമിയങ്ങൾ അതിന്റെ വിശദീകരണം പറയുന്നുണ്ട്. നബി തങ്ങൾ രാജാധികാരം തിരഞ്ഞെടുക്കാതിരുന്നത്, അത് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഉമ്മത്തിന് വേണ്ടി പ്രബോധനം ചെയ്യാനുള്ള സമയം കുറയും. കൂടുതൽ സമയവും രാജ്യത്തിന്റെ കാര്യങ്ങളും മറ്റു ഭരണപരമായ കാര്യങ്ങളിലേക്കും ശ്രദ്ധിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും അള്ളാഹുവിനെ കുറിച്ചും തിന്മയും നന്മയും ഏതാണെന്നൊക്കെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സമയം അതിനാൽ കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൂർണ്ണമായി ഉമ്മത്തിന് പ്രബോധനം ചെയ്യാൻ പറ്റുന്ന പദവി അബ്ദ്, നബി, ഈ രണ്ട് പദവി ഈ രൂപത്തിലുള്ള പദവിയാണ്. അതുകൊണ്ടാണ് അത് തിരഞ്ഞെടുത്തത് എന്ന് പഠിപ്പിക്കുന്നത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇതിനു ശേഷം, ഈ ഒരു സംഭവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചാരിയിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരാണല്ലോ ചാരിയിരുന്നൊക്കെ ഭക്ഷണം കഴിക്കാറ്. അപ്പൊ നബി തങ്ങൾ ഇവിടെ രാജാധികാരം തിരഞ്ഞെടുക്കാത്തത് കൊണ്ട് തന്നെ, രാജാവ് എന്ന പദവി അള്ളാഹു നൽകിയപ്പോൾ അതിനെ തിരഞ്ഞെടുക്കാത്തത് കൊണ്ട് തന്നെ ഈ സംഭവത്തിന് ശേഷം രാജാക്കന്മാർ ചെയ്യുന്ന പോലെ ചാരിയിരുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നുകൂടെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വെക്കുകയാണ്. അപ്പോൾ ഉമ്മത്തിനെ സ്നേഹിച്ചത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാജാധികാരവും മറ്റുള്ള അധികാരങ്ങളും ദുനിയാവിന്റെ സുഖങ്ങളൊക്കെ ഒഴിവാക്കിയത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇത്രമേൽ സ്നേഹമുണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹബ്ബത്തുൻ നബിയിലായി ജീവിച്ച് ആ മഹബ്ബത്തിൽ തന്നെ മരണപ്പെടാൻ നമുക്കൊക്കെ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.